വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പഴയ സ്റ്റാൻഡ് പൊളിച്ചു നീക്കി 7 വർഷം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നിലമ്പൂർ നോർത്ത് യൂണിറ്റ് 34ാം വാർഷിക പൊതുയോഗം നിലമ്പൂർ KSTA ഹാളിൽ നടന്നു. മമ്പാട് ടൗണിന് പുതിയ മുഖഛായ. വികസന കുതിപ്പിന് ആവേശം പകർന്ന 1 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികൾ. ചുങ്കത്ര മർത്തമ ഹയർ സെക്കൻഡറി സ്കൂൾ 72ാം വാർഷികത്തോടനുബന്ധിച്ച് LP കുട്ടികൾക്കായി LP ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അനന്തമായി നീളുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പഴയ സ്റ്റാൻഡ് പൊളിച്ചു നീക്കി 7 വർഷം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടം യാഥാർത്ഥ്യമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഇതോടെ മഴയും വെയിലുമേറ്റ് കടത്തിണകളിൽ ബസ് കാത്തു നിൽക്കേണ്ട ഗതികേടിലാണ് യാത്രക്കാർ. 2018 നിലവിലുണ്ടായിരുന്ന സ്റ്റാൻഡ് സംവിധാനം പൊളിച്ചു മാറ്റിയത്. ഉടൻ തന്നെ ആധുനിക രീതിയിലുള്ള ബസ് സ്റ്റാൻഡ് വരുമെന്ന ജനപ്രതിനിധികളുടെ ഉറപ്പിലാണ് വ്യാപാരികൾ കടകൾ ഒഴിഞ്ഞുകൊടുത്തത്. എന്നാൽ വർഷങ്ങൾ പിന്നിട്ടിട്ടും നിർമ്മാണത്തിൽ പുരോഗതിയില്ലാത്തത് യാത്രക്കാരെയും വ്യാപാരികളെയും ഒരുപോലെ വലയ്ക്കുന്നു. 2020 ഭരണസമിതി നിർമ്മാണോദ്ഘാടനം നടത്തിയിരുന്നെങ്കിലും തുടർ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ തർക്കങ്ങളിൽ കുരുങ്ങി നിൽക്കുകയാണ്. നിലവിൽ UDF ഭരണസമിതിയാണ് നഗരസഭയിലുള്ളതെങ്കിലും DPRനെ ചൊല്ലിയും തർക്കം കാരണം പദ്ധതി അനിശ്ചിതത്വത്തിലാണ്. പ്രതിദിനം 100 കണക്കിന് സ്വകാര്യ KSRTC ബസ്സുകൾ വന്നു പോകുന്ന ചന്തക്കുന്നിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ റോഡരികിലും മറ്റും നിൽക്കുന്നത് അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ജനപ്രതിനിധികൾ പരസ്പരം പഴിചാരുന്നത് അവസാനിപ്പിച്ച് എത്രയും വേഗം സ്റ്റാൻഡ് നിർമ്മാണം പൂർത്തിയാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് ഫോറസ്റ്റ് വാച്ചേഴ്സ് ആൻഡ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് നിലമ്പൂരിലും ധർണ നടത്തിയത്. ഇവിടെ ഫോറസ്റ്റ് വാച്ചർമാർ എന്ന ഗണത്തിൽപ്പെടുന്ന ജോലി ചെയ്യുന്നവർ ശരിക്കും നമ്മുടെ കാടിന്റെ സംരക്ഷകരാണ്, കാവലാളുകളാണ്. ആ കാടിന്റെ സംരക്ഷകരായ കാവലാളുകളായ നമ്മുടെ ഈ വിഭാഗത്തിൽപ്പെടുന്ന തൊഴിലാളികളെ, കാലങ്ങളായി വർഷങ്ങളായി ജോലി ചെയ്യുന്ന ഈ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുക എന്നത് ന്യായമായ ഒരു അവകാശമാണ്. ആ അവകാശം, ആ മുദ്രാവാക്യം ഇത് ചെവികൊള്ളണം, കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ധർണ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാം, ഫോറസ്റ്റ് എന്ന് പറയുന്നത്, വനം എന്ന് പറയുന്നത് ഒരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. സംസ്ഥാനത്തിനും അതുപോലെ തന്നെ കേന്ദ്രത്തിനും തുല്യ അധികാരമുള്ള ഒരു വകുപ്പാണ് വനം വകുപ്പ്. ആ വനവകുപ്പിലെ ജീവനക്കാരെ കൃത്യമായി അവരെ സംരക്ഷിക്കേണ്ട ചുമതലയും ഈ 2 സർക്കാരുകൾക്കുമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കാലങ്ങളായി വനം വകുപ്പിൽ സേവനമനുഷ്ഠിക്കുന്ന താൽക്കാലിക ജീവനക്കാരെ അവഗണിക്കുന്ന സമീപനം തിരുത്തണമെന്നും അവരുടെ തൊഴിൽ സ്ഥിരപ്പെടുത്തുവാൻ സർക്കാർ തയ്യാറാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പരിപാടിയിൽ TP യൂസഫ്, NK മജീദ്, KP സന്തോഷ് കുമാർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. വിവിധ മേഖലകളിൽ നിന്നുള്ള വനം വകുപ്പ് ജീവനക്കാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സമരം ശക്തമായി തുടരുമെന്ന് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നിലമ്പൂർ നോർത്ത് യൂണിറ്റ് 34ാം വാർഷിക പൊതുയോഗം നിലമ്പൂരിൽ KSTA ഹാളിൽ നടന്നു. സംസ്ഥാന കൌൺസിലർ K. ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു.
പ്രസിഡന്റ് എ വി പരമേശ്വരൻ അധ്യക്ഷനായി. ബ്ലോക്ക് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി എ നിർമ്മല സംഘടനാ റിപ്പോർട്ടും യൂണിറ്റ് സെക്രട്ടറി ടി പി ഹരിദാസൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ എം ഗോപിനാഥൻ വരവ് ചിലവ് കണക്കും ടി പി കൃഷ്ണകുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. നിലമ്പൂർ ടൌൺ ബ്ലോക്ക് സെക്രട്ടറി വിജയൻ പുലിക്കോട്ട്, പി കെ സോമൻ, ഇ ഗംഗാധരൻ, ടി എസ് രാധാകൃഷ്ണൻ, എ ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. വി ടി സുഭദ്ര സ്വാഗതവും സി ടി സുധ നന്ദിയും പറഞ്ഞു. പുതിയ പ്രസിഡന്റായി പി പി ഗർവാസിസ്, വൈസ് പ്രസിഡന്റുമാരായി യു ടി സുഭദ്ര, എം സതീഷ് കുമാർ, വി പ്രഭാകരൻ, സെക്രട്ടറിയായി ടി പി ഹരിദാസൻ, ജോയിന്റ് സെക്രട്ടറിമാരായി ടി പി കൃഷ്ണകുമാർ, കെ കെ ശശീന്ദ്രൻ, പി ചന്ദ്രിക, ട്രഷററായി ഇ ടി വിനോദ് എന്നിവരെ തിരഞ്ഞെടുത്തു. മമ്പാട് ടൌണിന് പുതിയ മുഖഛായ. വികസന കുതിപ്പിന് ആവേശം പകർന്ന് 1 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. മമ്പാട് ടൌണിന് പുതിയ മുഖഛായ. വികസന കുതിപ്പിന് ആവേശം പകർന്ന് 1 കോടി രൂപയുടെ നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. എ പി അനിൽകുമാർ MLA പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ ഉപയോഗിച്ചുള്ള മമ്പാട് ടൌൺ നവീകരണ പ്രവർത്തനങ്ങൾക്കും വിപുലീകരണത്തിനും ഔദ്യോഗികമായി തുടക്കമായിരിക്കുകയാണ്. റോഡുകളുടെ ശാസ്ത്രീയമായ വിപുലീകരണവും ഗതാഗത നിയന്ത്രണ സംവിധാനങ്ങളും നിലവിൽ വരുന്നതോടെ ടൌണിലൂടെയുള്ള യാത്ര കൂടുതൽ സുഗമമായി മാറും. ഇത് വാഹന ഉടമകൾക്ക് മാത്രമല്ല, നിത്യേന ടൌണിലെത്തുന്ന കാൽനട യാത്രക്കാർക്കും വലിയൊരു സുരക്ഷാ കവചമായി മാറും. ഈ വലിയ വികസന പ്രവർത്തനത്തോടൊപ്പം തന്നെ നാട്ടുകാർ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം ടൌണിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കണം എന്നതാണ്. നിലവിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും കൊച്ചുകുട്ടികളുമായി എത്തുന്ന അമ്മമാർക്കും വെയിലും മഴയും ഏൽക്കാതെ ബസ് കാത്തിരിക്കുവാൻ ടൌണിൽ മതിയായ സൗകര്യമില്ല. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശാസ്ത്രീയമായി രൂപകൽപ്പന ചെയ്ത ഒരു ബസ് ഷെൽട്ടർ കൂടി നിർമ്മിക്കുകയാണെങ്കിൽ അത് മമ്പാടിന്റെ വികസനത്തിന് പൂർണ്ണത നൽകും. ടൗൺ നവീകരണത്തിലൂടെ യാത്രക്കാർക്കും വ്യാപാരികൾക്കും ഒരുപോലെ ഗുണകരമായ മാറ്റങ്ങൾ സംഭവിക്കുമെന്നും ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്ന അനിവാര്യമായ ആവശ്യം കൂടി അധികൃതർ പരിഗണിക്കുമെന്നാണ് മമ്പാട് നിവാസികൾ പ്രതീക്ഷിക്കുന്നത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷാദ് പാലോളി, പഞ്ചായത്ത് അംഗങ്ങളായ അഷ്റഫ് ടാണ, സഫീന കെ, മുൻ പഞ്ചായത്ത് അംഗം സലീം പി എന്നിവർ സ്ഥലത്തുണ്ടായിരുന്നു. ചുങ്കത്ര മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ 72ാം വാർഷികത്തോടനുബന്ധിച്ച് LP കുട്ടികൾക്കായി LP ഫെസ്റ്റ് സംഘടിപ്പിച്ചു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു. LP വിഭാഗത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും കലാവിരുന്നിന്റെ ഭാഗമാക്കുക എന്നീ ലക്ഷ്യത്തോടു കൂടിയാണ് LP കലാസന്ധ്യ സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് PB സുഭാഷ് അധ്യക്ഷത വഹിച്ചു. ലോക്കൽ മാനേജർ റവറന്റ് ജിനു ഈപ്പൻ കുര്യൻ മുഖ്യ സന്ദേശം നൽകി. പ്രിൻസിപ്പൽ ഉമ്മൻ മാത്യു, പ്രധാനാധ്യാപിക ഷീജ തോമസ്, സീനിയർ അസിസ്റ്റന്റ് ഷൈനി ജോസഫ്, PTA വൈസ് പ്രസിഡന്റ് C പ്രദീപ്, MTA പ്രസിഡന്റ് രുക്മിണി, സ്റ്റാഫ് സെക്രട്ടറി PT സജിമോൻ, പ്രോഗ്രാം കൺവീനർ ബിന്ദു തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ CG മിനി, S ശശികല, മറിയാമ്മ തോമസ് എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. മയക്കുമരുന്ന് മുക്ത നവകേരളം പ്രതിരോധവും പ്രതീക്ഷയും എന്ന പ്രമേയവുമായി നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസ്. നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഓഫീസ്, അമൽ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ്, JCI നിലമ്പൂർ എന്നിവർ സംയുക്തമായി അമൽ കോളേജിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പ്ര ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗം യുവതലമുറയുടെ ഭാവിയെ ഗുരുതരമായി ബാധിക്കുന്നതായും ശക്തമായ ബോധവൽക്കരണം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. എക്സൈസ് ഇൻസ്പെക്ടർ ബിജു പി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. സിവിൽ എക്സൈസ് ഓഫീസർ കെ എബിൻ സണ്ണി ബോധവൽക്കരണ സന്ദേശം നൽകി. JCI നിലമ്പൂർ പ്രസിഡന്റ് സമീർ ബാബു, എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ TH ഷഫീഖ്, ജില്ലാ വിമുക്തി കോർഡിനേറ്റർ ഷിജേഷ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് PB സുഭാഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ P രജനി, അമൽ കോളേജ് IQAC കോർഡിനേറ്റർ ഡോക്ടർ അബ്ബാസ് വട്ടോളി, NSS കോർഡിനേറ്റർ ഡോക്ടർ P ഫവാസ്, ജനീഷ് ബാബു, വുമൻ ഡെവലപ്മെന്റ് സെൽ കോർഡിനേറ്റർ ഡോക്ടർ P സാജിദ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളായ മീര അസീസ്, മിൻഹ, റിമാനി, പാർവതി രാജീവ് എന്നിവർ ലഹരി വിരുദ്ധ വിഷയാവതരണം നടത്തി. ലഹരി വസ്തുക്കളുടെ ദോഷഫലങ്ങൾ, വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യം, പ്രതിരോധത്തിൽ കുടുംബത്തിന്റെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും പങ്ക് തുടങ്ങിയ വിഷയങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്തു. എടക്കര കൊക്കോട് തെയ്യത്തുംപാടം ആയുർവേദ ഡിസ്പെൻസറിയിലെ പുതിയ ബ്ലോക്കിന്റെ പ്രവർത്തനം ഇനിയും ആരംഭിച്ചില്ല. കഴിഞ്ഞ നവംബർ 3-ന് കേരള ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ച കെട്ടിടമാണിത്. ഉദ്ഘാടനം കഴിഞ്ഞ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇവിടം രോഗികൾക്ക് പ്രയോജനപ്പെടാത്തത് ജനങ്ങൾക്കിടയിൽ വ്യാപക പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ടെന്ന് അജി തോമസ് പറഞ്ഞു. ഇത് എടക്കര ഗ്രാമപഞ്ചായത്തിലെ കൊക്കോട് തെയ്യത്തുംപാടമുള്ള ആയുർവേദ ഡിസ്പെൻസറി
അതിൻ്റെ പുതിയ ബ്ലോക്കാണ് ഈ കാണുന്നത്. 2025 നവംബർ 3-ാം തീയതി കേരളത്തിലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജ് അവർ ഉദ്ഘാടനം ചെയ്ത പുതിയ ബ്ലോക്ക്. പക്ഷേ ഇന്നും ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ ഇന്നും ഒച്ചയെഴുന്ന വേഗത്തിലാണ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ധാരാളം ആളുകൾ വരുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഇവിടെ പുരുഷന്മാർക്ക് കിടത്തി ചികിത്സ സൗകര്യമില്ല. സ്ത്രീകളാണെങ്കിൽ തന്നെ ഇവിടെ താഴെ കിടത്തി ചികിത്സയുണ്ട്. സ്ഥലപരിമിതി കൊണ്ട് വീർപ്പുമുട്ടുകയാണ്. ഒരുപാട് നല്ല സംവിധാനങ്ങളുള്ള ഉണ്ടാക്കാവുന്ന ഹോസ്പിറ്റലാണ്. പക്ഷെ ധാരാളം ആളുകൾ ആശ്രയിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ്. പക്ഷെ ഇതുവരെ ഇതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചിട്ടില്ല. നവംബർ 3-ന് ഉദ്ഘാടനം ചെയ്ത പുതിയ ബ്ലോക്കിൻ്റെ അവസ്ഥയാണ് കാണുന്നത്. ഇവിടെ ചികിത്സ ആരംഭിക്കേണ്ടതാണ്. പക്ഷെ ഇതുവരെ ചികിത്സ ആരംഭിച്ചിട്ടില്ല. എന്താണ് ഇതിൻ്റെ കാരണമെന്ന് മനസ്സിലാവുന്നത്? ഒരു സംവിധാനത്തിന് ഭാഗമായി പ്രവർത്തിക്കുന്ന സർക്കാർ സംവിധാനത്തിന് ആരോഗ്യവകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഹോസ്പിറ്റലാണ്. പക്ഷേ ഇതിന്റെ ബിൽഡിംഗ് ഉദ്ഘാടനം നടത്തി ബാക്കി കാര്യങ്ങൾ ഇത് പ്രവർത്തനക്ഷമമായോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ട ബാധ്യത സർക്കാരിനാണ്. നിലവിൽ പരിമിതമായ സൗകര്യങ്ങളിലാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. ധാരാളം ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ഇവിടെ പുരുഷന്മാർക്കായി കിടത്തി ചികിത്സാ സൗകര്യങ്ങളില്ല. സ്ത്രീകൾക്കാകട്ടെ താഴെ നിലയിൽ മാത്രമാണ് സൗകര്യമുള്ളത്. സ്ഥലപരിമിതി മൂലം രോഗികളും ജീവനക്കാരും ഒരുപോലെ ബുദ്ധിമുട്ടുകയാണ്. ഉദ്ഘാടന സമയത്ത് വലിയ ആഘോഷങ്ങൾ നടന്നുവെങ്കിലും കെട്ടിടത്തിന്റെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കുവാൻ അധികൃതർ നടപടി സ്വീകരിച്ചില്ലെന്ന ആക്ഷേപം ശക്തമാണ്. സർക്കാർ സംവിധാനങ്ങൾക്കും ഗ്രാമപഞ്ചായത്തിനും ഇതിൽ വലിയ ഉത്തരവാദിത്തമുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കോടികൾ ചിലവിട്ട് നിർമ്മിച്ച പുതിയ ബ്ലോക്ക് എത്രയും വേഗം ജനങ്ങൾക്കായി തുറന്നു നൽകണമെന്നും ആയുർവേദ ചികിത്സാ മേഖലയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാൻ അടിയന്തര ഇടപെടൽ വേണമെന്നുമാണ് പൊതുജനങ്ങളുടെ ആവശ്യം. കുട്ടികളിലെ ഡിജിറ്റൽ ആസക്തി മാറ്റാനും സുരക്ഷിത ഇന്റർനെറ്റ് ഉപയോഗം പരിശീലിപ്പിക്കുന്നതിനുമായി കേരള പോലീസ് ആവിഷ്കരിച്ച ഡിഡാഡ് പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. ഡിഡാഡ് സെന്ററിന്റെയും പദ്ധതിയുടെയും ഉദ്ഘാടനം മലപ്പുറം MSP കമ്മ്യൂണിറ്റി ഹാളിൽ ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ് നിർവഹിച്ചു. കുട്ടികളിലെ അമിത മൊബൈൽ ഫോൺ ഉപയോഗം, ഓൺലൈൻ ഗെയിം ആസക്തി, അശ്ലീല സൈറ്റുകൾ സന്ദർശിക്കൽ, സമൂഹ മാധ്യമങ്ങളിൽ കൂടുതൽ സമയം ചിലവഴിക്കൽ, വ്യാജ ഷോപ്പിംഗ് സൈറ്റുകളിലെ പണം നഷ്ടപ്പെടൽ തുടങ്ങിയവ കൗൺസിലിംഗിലൂടെ മാറ്റിയെടുക്കലാണ് ഡിഡാഡിന്റെ ലക്ഷ്യം. ദേശീയ തലത്തിൽ ആദ്യമായി ഇത്തരത്തിലൊരു പദ്ധതി നടപ്പിലാക്കിയത് കേരളത്തിലാണ്. കൗൺസിലിംഗിലൂടെ പരിഹരിക്കാനാകാത്ത പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കായി മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായവും പദ്ധതിയിൽ ഉറപ്പാക്കുന്നുണ്ട്. പദ്ധതിയിലൂടെ സ്കൂളുകൾ മുഖാന്തരം ഡിജിറ്റൽ അഡിക്ഷന്റെ ദോഷങ്ങളെക്കുറിച്ചുള്ള ക്ലാസുകളെ കൂടാതെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും നേരിട്ടുള്ള കൗൺസിലിംഗും നടത്തും. അനിയന്ത്രിതമായ ഡിജിറ്റൽ ഉപയോഗം, ഫോൺ ലഭിക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രകോപനം, ദൈനംദിന കാര്യങ്ങളെ ബാധിക്കൽ എന്നിവ അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ്. അമിത ദേഷ്യം, അക്രമാസക്തരാകൽ, ആത്മഹത്യാ പ്രവണത, വിഷാദം, പഠനത്തിലെ ശ്രദ്ധക്കുറവ് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കാണ് ഈ പദ്ധതിയിലൂടെ പരിഹാരമുണ്ടാകുന്നത്. മനഃശാസ്ത്ര വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ കുട്ടികളെ അഡിക്ഷനിൽ നിന്നും മോചിപ്പിക്കാനുള്ള തെറാപ്പി, കൗൺസിലിംഗ്, മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകും. ആരോഗ്യം, വനിതാ ശിശു വികസനം, വിദ്യാഭ്യാസം എന്നീ വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. സഹായത്തിനായി 9497900200 എന്ന നമ്പറിലൂടെ ഡിഡാഡിൽ ബന്ധപ്പെടാം. ഡിഡാഡിൽ ബന്ധപ്പെടുന്ന കുട്ടികളുടെ വിവരങ്ങൾ പൂർണ്ണമായും രഹസ്യമായി സൂക്ഷിക്കും. ഉദ്ഘാടന ചടങ്ങിൽ അഡീഷണൽ സൂപ്രണ്ട് VA കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. DYSP S അഷദ്, ഡെപ്യൂട്ടി DMO V ഫിറോസ് ഖാൻ, DDE PV റഫീഖ്, ഡിഡാഡ് കോർഡിനേറ്റർ ആശപ്രിയ, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി റുപ്പീന, പോലീസ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷബീർ അലി, നോഡൽ ഓഫീസർമാരായ TT ഹനീഫ, CV അനിൽകുമാർ, ഡിഡാഡ് സൈക്കോളജിസ്റ്റ് ജിഷ്ണു K മനോജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ P ധനൂപ് എന്നിവർ ക്ലാസ് എടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.